മത്തായി 25 10 കന്യകമാർ, താലന്തുകൾ, ആടുകളും കോലാടുകളും എന്നീ 3 ഉപമകളിലൂടെ യേശുവിൻ്റെ മടങ്ങിവരവിനെയും അന്ത്യവിധിയെയും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സജീവമായ തയ്യാറെടുപ്പിൻ്റെയും വിശ്വസ്തമായ കാര്യവിചാരണയുടെയും അനിവാര്യതയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഉപമകളാണ്. 10 കന്യകമാരുടെ ഉപമ വ്യക്തിപരമായ നിരന്തരമായ ആത്മീയ തയ്യാറെടുപ്പിൻ്റെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. യഥാർത്ഥ വിശ്വാസം വെറും ഒരു പ്രഖ്യാപനം മാത്രമല്ല, വിവേകമുള്ള കന്യകമാർ കരുതുന്ന അധികമായ എണ്ണ പോലെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്ന ആന്തരിക ജീവിതമാണത്. ദൈവം നമുക്ക് ഭരമേൽപ്പിച്ച ദാനങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, അവസരങ്ങൾ എന്നിവ വിവേകത്തോടെ ഉപയോഗിക്കാനുള്ള ആഹ്വാനത്തെയാണ് താലന്തുകളുടെ ഉപമ എടുത്തു കാണിക്കുന്നത്. മടി കൊണ്ടോ ഭയം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അവയെ കുഴിച്ചിടാതെ, തള്ളിക്കളയാതെ അവിടുത്തെ രാജ്യത്തിൻ്റെ പുരോഗതിക്കായി, സ്വർഗരാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഉത്സാഹത്തോടെ നമുക്ക് നിക്ഷേപിക്കാം. താലന്തുകളുടെ ഉപമയിലെ സുപ്രധാന സന്ദേശം അതാണ്. ദുർബലരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ കാണിക്കുന്നത് വഴി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ മുഖമുദ്രയാണ് ആടുകളുടെയും കോലാടുകളെയും ഉപമ വെളിപ്പെടുത്തുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെ തന്നെ ശുശ്രൂഷിക്കുന്നതിന് തുല്യമാണെന്ന് നാം തിരിച്ചറിഞ്ഞ് മതിയാവും. വളരെ സ്വാർത്ഥപരമായ ജീവിതചര്യയുടെ ഇന്നത്തെ കാലത്ത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി തയ്യാറെടുക്കുന്ന ഓരോ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഈ ഉപമകൾ ഒരുമിച്ച് വ്യക്തമായി ചിത്രീകരിക്കുന്നു. നിരന്തര ജാഗ്രതയും ദൈവം നൽകിയ കഴിവുകളുടെ വിശ്വസ്തമായ വിനിയോഗവും അചഞ്ചലമായ അനുകമ്പയും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒരു ജീവിതമാണ് അനുനിമിഷം നാം നയിക്കേണ്ടത്. അതിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും, ഒരു സംശയവും വേണ്ട. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ദൈവഹിതത്തിൽ സജീവമായി ഏർപ്പെടുകയും അനുദിന പ്രവൃത്തികളിലൂടെ സഹജീവികളോട് സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഉപമകൾ ഊന്നി പറയുന്നു. ഉപമകളിൽ വിവരിക്കുന്ന വിധി എന്ന പ്രസ്താവന നാം എങ്ങനെ ജീവിതം നയിച്ചു, നമ്മുടെ ആത്മീയ ജീവിതം എങ്ങനെ പരിപാലിച്ചു, ദൈവം തന്ന ദാനങ്ങളിനെ എങ്ങനെ വിനിയോഗിച്ചു, മറ്റുള്ളവരോട് എങ്ങനെ കരുണ കാണിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ദൈവവുമായുള്ള ബന്ധം എങ്ങനെ സജീവമായി നിറവേറ്റണമെന്നും മറ്റുള്ളവരെ സേവിക്കാൻ അതുല്യമായ ദാനങ്ങളും വിഭവങ്ങളും എങ്ങനെ വിശ്വസ്തമായി ഉപയോഗിക്കാമെന്നും നമുക്ക് വിചിന്തനം ചെയ്യാം. സഹോദരങ്ങളെ, ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കാം. പ്രവൃത്തികളില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്ന് വേദപുസ്തകം പറയുന്നല്ലോ. ഓരോ ദിവസവും ലക്ഷ്യബോധത്തോടെയും ഭക്തിയോടെയും ജീവിക്കാൻ ശ്രമിക്കേണ്ടത് ഈ അന്ത്യകാലത്തിൻ്റെ ആവശ്യകതയാണ്. ആത്മീയ ജാഗ്രത, വിശ്വസ്തമായ കാര്യവിചാരണ, അചഞ്ചലമായ അനുകമ്പ എന്നിവ വഴി നമുക്ക് കർത്താവിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് കർത്താവിൻ്റെ സന്തോഷത്തിൽ അവിടുത്തെ രണ്ടാം വരവിൽ പ്രവേശിക്കാൻ തയ്യാറെടുക്കാം.